അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മഹാനായ സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹി തങ്ങളുടെ മദിഹ് കേൾക്കാൻ വേണ്ടിയാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. കേരളത്തിൽ വിവിധ ജില്ലകളിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തും ഹബീബുന റസൂലുള്ളാഹി തങ്ങളുടെ മദിഹ് പറഞ്ഞുകൊണ്ട് ആ ഹബീബിനോടുള്ള അങ്ങേയറ്റത്തെ അമേയമായ സ്നേഹവും ആദരവും മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാനായ ശൈഖുനായുടെ ആ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി കാതോർത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ കൂടുതൽ ഇവിടെ പറയുന്നത് ഒരിക്കലും യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കി ഞാൻ നീട്ടാതെ മഹാനായ ശൈഖുനാക്ക് അവസരം ശൈഖുനാനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഒത്തുചേരൽ അവരുടെ തിരിച്ചപ്പെട്ടവരായി സ്വീകരിക്കുമാറാകട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരം സന്ദർഭങ്ങൾ നാം ഒരുക്കുകയും അതിലൂടെ ഹബീബിനോടുള്ള ബന്ധം കൂടുതലാക്കാൻ വേണ്ടി മുഅ്മിനീകളായ നാം ശ്രമിക്കുകയും ചെയ്യണമെന്നും ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചെയ്യുന്നവരായി തീരാൻ നാം ശ്രമിക്കുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഐസിഎഫിനെ കുറിച്ചും അതുപോലെ മർക്കസ് തുടങ്ങിയതിനെ കുറിച്ചെല്ലാം നമുക്ക് പറയാനുണ്ടായിരുന്നു. പക്ഷേ അവസരം അനുവദിക്കാത്തതിന്റെ പേരിൽ സമയദൈർഘ്യം ഭയന്നുകൊണ്ട് അതിൽ നിന്ന് പിന്മാറി ഈ സന്ദർഭത്തിൽ നമുക്ക് ഇതിന് അവസരം ഒരുക്കി തന്ന ഇന്ത്യൻ ഇസ്ലാം സെന്ററിന്റെ മുഴുവൻ ഭാരവാഹികളോടും അത് ഭരിക്കുന്നവരോടും അങ്ങേയറ്റത്തെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന എല്ലാവിധ നന്ദിയും ആദരവും ഞങ്ങൾ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അല്ലാഹു തആല അതിനൊക്കെ ഹൈറായ പ്രതിഫലം കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന ഖമറുൽ ഉലമാ കാന്തപുർ ഉസ്താദ് ഹബീബ് സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് അവിടുന്ന് ആധികാരികമായി ആ മദിഹ് പ്രഭാഷണം നടത്തുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണമെന്ന് വിനയത്തോടുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് മഹാനായ ശൈഖുന അവരുടെ ആദരപൂർവ്വം വേദിയിലേക്ക് പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ ആശംസകളും നേരുന്നു. സമുദായത്തെ നയിക്കാനും വിശ്വാസികൾക്ക് നേർവഴി നൽകുവാനും ബഹു കാന്തപുരം ഉസ്താദിന്റെ സർവശക്തനായ അള്ളാഹു എല്ലാവിധ ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. പ്രാർത്ഥനയോടെ എം.എ. യൂസുഫ് അലി ഒപ്പം. ഈ വേദിയിൽ ആശംസാ പ്രസംഗം നടത്തുന്നതിന് സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ കൂറ്റപ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയരായ ശൈഖുന കാന്തപുരം ഉസ്താദ്, സഭാധ്യക്ഷൻ, മറ്റു നേതാക്കൾ, വളരെ സന്തോഷകരമായ ഒരു വേദിയിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത്. ലോകാലോകങ്ങളുടെ മുഴുവനും ഉടമസ്ഥനായ അല്ലാഹ് അവന്റെ മുഴുവൻ സൃഷ്ടികളിലേക്ക് അല്ലാഹുവിന്റെ സന്ദേശം കൈമാറുന്നതിന് അല്ലാഹു ഔദ്യോഗികമായി നിർദ്ദേശിച്ച മധ്യവർത്തി, ശുപാർശകൻ, പ്രവാചകൻ എല്ലാം ആയ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ 1485-ാം ജന്മദിനമാണ് ലോക മുസ്ലിംകൾ ആഘോഷിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഈ യുഎഇയിലെ ഹൃദയത്തിൽ ഇവിടുത്തെ ഗവൺമെന്റിന്റെയും ഇവിടുത്തെ ഔഖാഫിന്റെയും എല്ലാം അനുമതിയോടുകൂടെ നമുക്ക് ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ അല്ലാഹു തആലയെ ഏറെ സ്തുതിക്കാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. മഹാനായ റസൂൽ
അള്ളാഹുവിൻ്റെയും ഇടയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മധ്യവർത്തിയും ശുപാർശകനും പ്രവാചകനുമാണ്. നമ്മോട് അള്ളാഹുവിന് കൽപ്പിക്കാനുള്ള എല്ലാ കൽപ്പനകളും അള്ളാഹുവിന് നമ്മോട് പറയാനുള്ള എല്ലാ ആശയങ്ങളും നേരിട്ട് നമ്മോട് പറയാതെ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു മതങ്ങളിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാമിനെ വേർതിരിക്കുന്ന അടിസ്ഥാന ആശയമായ തൗഹീദ്, ആ തൗഹീദിന്റെ ഡെഫിനിഷൻ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായ സൂറത്തുൽ ഇഖ്ലാസ് തന്നെ അത് വിളിച്ചറിയിക്കുകയാണ്. ഖുൽ നബിയെ, ലോകത്തോട് തങ്ങൾ പ്രഖ്യാപിക്കുക, ഹുവല്ലാഹു അഹദ്. അല്ലാഹു അഹദാണെന്ന ആശയം, ആ ആശയത്തെ ഞാൻ നേരിട്ട് ജനങ്ങൾക്ക് കൈമാറുകയല്ല, നിങ്ങളുടെ നാവിലൂടെ ജനം അത് മനസ്സിലാക്കട്ടെ. അത് മനസ്സിലാക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും വിശദീകരണങ്ങൾ ആവശ്യമുണ്ടോ തങ്ങൾ അവരോട് പറയണം, അല്ലാഹു സമദ്. മറ്റാരെങ്കിലും അതിന്റെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടോ അവരുടെ സൃഷ്ടികളാണ്, അവർക്ക് മറുപടി പറയണം, ലം യലിദ് വലം യൂലദ്. മറ്റെല്ലാത്തിൽ നിന്നും അല്ലാഹു വേർതിരിച്ചു നിൽക്കുന്നുവെന്ന് പ്രത്യേകം പഠിപ്പിക്കണം. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അഥവാ തൗഹീദ് ഉൾപ്പെടെ അല്ലാഹുവാകുന്ന ഉടമസ്ഥൻ നമുക്കത് മനസ്സിലാക്കി തരുന്നതിന് ഏൽപ്പിച്ച മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ അടിമകളും സൃഷ്ടികളുമായ നമുക്കല്ല അല്ലാഹുവുമായി ബന്ധപ്പെടേണ്ടതുണ്ടോ എങ്കിൽ അത് റസൂലുള്ളാഹി മുഖേനയാകുമ്പോൾ മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹിയെ പറയുക, പുകഴ്ത്തുക, പ്രശംസിക്കുക, അത് ഈ വിശ്വാസമുള്ള ഏതൊരാളും അവന്റെ 24 മണിക്കൂർ ജീവിതത്തിലും നിലനിർത്തുകയാണ്. അവിടുത്തെ ജന്മമാസവും ജന്മദിനവും വരുമ്പോൾ അത് കൂടുതലായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു ആ മുഹബ്ബീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഭയെ എല്ലാ അർത്ഥത്തിലും ആശംസിക്കുന്നു. നാം എല്ലാം കാത്തു നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ശൈഖുനാവരുടെ പ്രഭാഷണമാണ്. അൽഹംദുലില്ലാഹ്, ലോക രാഷ്ട്രങ്ങളിൽ എവിടെയല്ല ഇസ്ലാമികമായ കാര്യങ്ങളെ കുറിച്ച് ആധികാരികമായ ഒരു ചർച്ച നടക്കുന്നോ ആ ചർച്ചകളിലേക്ക് ഇന്ത്യൻ മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു പണ്ഡിത സാന്നിധ്യം ആവശ്യമാണല്ലോ എന്ന് ചിന്തിക്കുന്ന ലോക പണ്ഡിതന്മാരുടെ നാവിൽ ഉടനെ വരുന്നത് ഷേഖ് അബൂബക്കർ അഹ്മദ് എന്ന നാമമാണ്. ദീർഘായുസ് നൽകുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്തിന് കൂടുതൽ കാലം നിലനിർത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം, ആ ആശയം ഒരു വെല്ലുവിളി നേരിട്ടപ്പോൾ അക്കാലത്ത് എല്ലാവിധ കക്ഷികളിൽ നിന്നും വേറിട്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ ആശയത്തെ നിലനിർത്തിയ ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു, ലോകത്തുള്ള അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ വിശ്വാസികളെ മുഴുവനും അശ്അരിയാക്കൾ എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ ആ അശ്അരിയാക്കളായ സുന്നി വിശ്വാസികളെ ഇന്ന് വിളിക്കപ്പെടുന്നതാണ് AP സുന്നികൾ എന്ന്. അത് ബഹുമാനപ്പെട്ട ശൈഖുന അവരുടെ പേരിൽ അറിയപ്പെടുന്നു. അല്ലാഹു അത് നിലനിർത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തണിൽ അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിനെ അല്ലാഹുവേ ദീർഘകാലം നിലനിർത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ ബഹുമാനനായ ജനറൽ സെക്രട്ടറി മൊയ്തു ഹാജി കടന്നപ്പള്ളിയെ ആശംസാ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനം നിറഞ്ഞ ഉസ്താദ് ശൈഖുന തങ്ങളുടെ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൻ്റെ പൊന്നനായ നമുക്ക് സ്വാഗതം നൽകിയ ബഹുമാനപ്പെട്ട ഉസ്മാൻ സഖാഫികളെ, സ്റ്റേജിലും സദസ്സിലുമുള്ള ഉസ്താദുമാരെ, മഹൽ വ്യക്തിത്വങ്ങളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ നവംബർ 23 നമ്മുടെ രാഷ്ട്രപതി പ്രതിഭ പട്ടേൽ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ ഈ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം സെന്ററിന്റെ പല പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ വളരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിന ആഘോഷം വളരെ വിപുലമായി ആഘോഷിക്കണമെന്ന് ഭരണസമിതി തീരുമാനിക്കുകയും അതനുസരിച്ച്
ഒരു വലിയ പരിപാടികളായിരുന്നു നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. റബീഉൽ 12 ഏകദേശം 3000-ഓളം ആൾക്കാർ പങ്കെടുത്ത ഒരു വലിയ മൗലിദ് പാരായണം നടന്നു. ഇന്നലെ സംഘടിപ്പിച്ച നബിദിനാഘോഷം POE പ്രസിഡന്റ് ഖലീഫ ബിൻ സാലിഹ് അൽ നഹ്യാൻ അവരുടെ മതകാര ഉപദേഷ്ടാവ് അഷയ്ഖ് അലി അൽ ഹാഷിമി അവർ ഉദ്ഘാടനം ചെയ്യുകയും നമ്മുടെ ഇന്ത്യൻ അംബാസഡർ ഹിസ് എക്സലൻസി മിസ്റ്റർ MK ലോകേഷ് മുഖ്യാതിഥിയായി സംസാരിക്കുകയും ചെയ്തു. ഇന്ന് സെക്രട്ടറിയുടെ ഈ സദസ്സിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഷെയ്ഖ്ന അബൂബക്കർ ഉസ്താദ് അവരുടെ പ്രഭാഷണം നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും പറഞ്ഞാൽ അധികമാകുമെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇസ്ലാമിക് സെന്ററിന്റെ ഈ വേദിയിൽ നമ്മൾ അഭിസംബോധന ചെയ്യാൻ വന്നതിന് ഉസ്താദിനോട് അതുപോലെ തന്നെ മറ്റ് പണ്ഡിതന്മാരോടും സെന്ററിന്റെ നന്ദി അറിയിക്കുന്നതോടൊപ്പം എല്ലാവർക്കും അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ ആശംസകൾ നേർന്നുകൊണ്ട് സെന്ററിന്റെ ഭാവി പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെയൊക്കെ തന്നെ സഹായ സാധനങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹുറാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you, sir. Thank you, Mr. Moidul Haji Kadapulli, for your nice words in our esteemed days. ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന റബീഉൽ അവ്വലിലെ ഉംറ സംഘം 23-ന് ഈ മാസം 23-ന് യാത്ര പുറപ്പെടുന്നു. മാർച്ച് 23, മെയ് 4 എന്നീ തീയതികളിൽ അടുത്ത ഉംറ സംഘങ്ങൾ പുറപ്പെടുന്നു. വ്യാഴാഴ്ച ദിനത്തിലും ബറാഅത്ത് രാവിലും ഹറമൈനുകളിൽ സംഗമിക്കുന്നതിന് ICF ഉംറ പാക്കേജ് ഒരുക്കിയിരിക്കുന്നു. ബന്ധപ്പെടുക 050-303-4800 303-4800. നമ്മുടെ പരിപാടി ഇന്റർനെറ്റിലൂടെ വീക്ഷിക്കുന്നതിനായി കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സൗകര്യം ഒരുക്കിയിരിക്കുന്നു. അതിനുവേണ്ടി നമ്മോട് സഹകരിച്ച ഇസ്മായിൽ, റഫീഖ്, ബഷീർ എന്നിവർക്ക് പ്രത്യേകം കൃതജ്ഞത അറിയിക്കുന്നു. മുസ്ലിം ഇന്ത്യയുടെ സാമൂഹ്യ സാംസ്കാരിക വൈജ്ഞാനിക തപോമണ്ഡലങ്ങളിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ വൈജ്ഞാനിക പുരോഗതിയുടെ ഉച്ചസ്ഥിതിയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ സ്ഫുട സമാന വാഗ്ധോരണികൾ കൊണ്ട് ലോക ഇസ്ലാമിക ഭൂപടത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം അറിയിച്ച പ്രവാചക തിരുകേശത്തിന്റെ പവിത്രത കൊണ്ട് മലയാള മണ്ണിനെ പ്രൗഢധന്യമാക്കിയ ആയിരക്കണക്കിന് പ്രഭാഷണ വേദികളിൽ പ്രവാചക പ്രകീർത്തനത്തിന്റെ ഈരടികൾ കൊണ്ട് വിശ്വാസ ഹൃദയങ്ങളിൽ പ്രവാചക സ്നേഹത്തിന്റെ പാലൊഴി തീർത്ത ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആനക്കാരൻ, ഗതകാല ചരിത്രത്തിന്റെ ഗതിവിഗതികളെ വഴിതിരിച്ചുവിട്ട സാമൂഹ്യ പരിഷ്കർത്താവ്, കാലുഷ്യത്തിന്റെ കനൽപഥങ്ങളിൽ കനിവിന്റെ കനകം വിതറിയ കാമിജുസമാൻ ഖമറുൽ ഉലമ കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാരുടെ പ്രൗഢഗംഭീരമായ മദ്ഹൂർ റസൂൽ പ്രഭാഷണം ആരംഭിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
لله رب العالمين، والصلاة والسلام على سيدنا محمد أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد، فيا إخوة الإسلام، أحباب رسول الله صلى الله عليه وسلم، نحن الآن في مجلس إلقاء الفرح والسرور بميلاد النبي المبعوث صلى الله عليه وسلم. نشكر الله سبحانه وتعالى على أن جعلنا من أمة سيدنا محمد صلى الله عليه وسلم وأحيانا على هذه الملة السمحة البيضاء. علينا في هذه الفرصة الطيبة أن نتفكر فيما أنعم الله علينا بنعم شتى، منها عندما نعيش في هذه البلاد الطيبة الإمارات العربية المتحدة، يسمح لنا لإلقاء المحاضرات والدروس الدينية وسائر الاحتفالات في هذه دولة الإمارات العربية المتحدة. إخوتنا الأعزاء، إنكم تعلمون الآن في كثير من بلاد العرب تكون مظاهرات واعتراضات وتشجيعات ضد الحكام والرؤساء. لا ندخل في هذه الأمور، ولكن أريد أن أنبهكم أولا إن هذه الدولة، دولة الإمارات العربية المتحدة، أسسها ورباها الفقيه الشيخ زايد بن سلطان آل نهيان رحمه الله رحمة واسعة. ربى هذه البلاد وفقا لقوله صلى الله عليه وسلم: الراحمون يرحمهم الرحمن تبارك وتعالى، يرحم من في الأرض يرحمكم من في السماء. هذه الرحمة الحاصلة من رسول الله صلى الله عليه وسلم كانت في قائد القوم سمو الشيخ زايد بن سلطان، الحمد لله. وقد تأسى بهديه
صاحب السمو الشيخ خليفة بن زايد آل نهيان رئيس الدولة، وكذلك صاحب السمو الشيخ محمد بن راشد بن سعيد آل مكتوم، وكذلك الشيخ محمد بن زايد آل نهيان ولي عهد الفريق الأول، وغيرهم من الحكام. ولذلك يعيش أهل الإمارات وأهل جميع البلاد في هذه البلاد الطيبة مع الفرح والسرور والحرية الكاملة حسب قانون هذه البلدة الطيبة. ولا نخاف إن شاء الله في هذه البلدة مثل ما نرى ونسمع في تلك البلاد. وعليكم أن تكونوا داعين الله سبحانه وتعالى لقوة هذه البلاد ولترقي هذه البلاد، أن يوفق الله لصاحب السمو الشيخ خليفة بن زايد وسائر الحكام لما فيه خير الإسلام والمسلمين وخير العباد. نرفع إلى مقام سموه وإلى مقام أصحاب السمو والسعادة والمعالي والفضيلة وجميع الإمارات حكومة وشعبا التهاني والتبريكات من مسلم الهند عامة ومن المقر الهند الإسلامي ومن الهيئات الإسلامية التي تعمل في بلادنا الهندية. والحمد لله رب العالمين وشكرا والسلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാന്യ മുഅ്മിനീങ്ങളെ, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മദ്ഹ് പറയാൻ ഞാൻ അശക്തരാണ്. എല്ലാവരും അശക്തരാണ്. കാരണം 124,000-ൽ പരം വരുന്ന മുഴുവൻ അംബിയാ മുർസലുകളിലും എന്തെല്ലാം നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നുവോ അത് മുഴുവനും പൂർണ്ണ നിലയിൽ നൽകപ്പെട്ട ഒരേ ഒരു വ്യക്തി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നബി തങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കപ്പെട്ടപ്പോൾ കൈഫ കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി തങ്ങളുടെ ഖുലുഖ് സ്വഭാവം അത് ഖുർആനായിരുന്നു. ഇതിന്റെ അർത്ഥം പറഞ്ഞു തീർക്കാൻ മാസങ്ങൾ വേണം. ഖുർആനായിരുന്നു എന്ന് പറഞ്ഞാൽ
സൽസ്വഭാവങ്ങൾ മുഴുവനും പൂർണ്ണമായ അവസ്ഥയിൽ ഒരുമിച്ച് കൂടിയ വ്യക്തിയാണ്. ഒരർത്ഥം. മറ്റൊരർത്ഥം, അല്ലാഹു തആല അമ്പിയാക്കളുടെ ചരിത്രം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത്. ആ അമ്പിയാക്കളെ സംബന്ധിച്ച് ചരിത്രം പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല മദ്ഹ് ചെയ്തിട്ട് നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ് ഇന്നഹു കാന മിനൽ മുഖ്ലസീൻ എന്നിങ്ങനെ തുടങ്ങി അമ്പിയാക്കന്മാരെ വളരെയധികം മദ്ഹ് ചെയ്തു. അവർ അല്ലാഹുവിലേക്ക് പാക്കാതെ മടങ്ങുന്നവരാണ്, അവർ ഇഖ്ലാസ് ഉള്ളവരാണ്, അവർ നല്ല മുസ്ലിമീങ്ങളാണ് എന്ന് തുടങ്ങി പ്രശംസിച്ച് ധാരാളം അമ്പിയാക്കളെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ പറയപ്പെട്ട മുഴുവൻ അമ്പിയാക്കളുടെയും സൽസ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായ നിലയിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ലോകത്ത് തർക്കമില്ലാത്ത ഒരു വിഷയമാണ് സൽസ്വഭാവം വേണം. ഒരു മതക്കാരനും ഒരു വിശ്വാസക്കാരനും അഭിപ്രായ വ്യത്യാസമില്ല. സൽസ്വഭാവം വേണമോ വേണ്ടയോ? അദ്ദേഹം സൽസ്വഭാവിയാണ് എന്ന് ആളുകൾ മതിയായി പറയും. ഈ സൽസ്വഭാവം ആദം അലൈഹിസ്സലാം മുതൽ കഴിഞ്ഞുപോയ 2,24,000 അല്ലെങ്കിൽ 1,24,000 വരുന്ന അമ്പിയ മുസ്ലിങ്ങളുടെ മുഴുവൻ സൽസ്വഭാവങ്ങളും അവിടത്തേക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെങ്ങനെ അവിടുത്തെ മതം പറഞ്ഞു തീർക്കാൻ കഴിയും? ഇന്ന് നാം പല സ്ഥലത്തും പ്രസിഡന്റിന്റെയും അതുപോലെ രാജാവിനെതിരിൽ മന്ത്രിമാർക്കെതിരിൽ ശബ്ദങ്ങൾ നടക്കുന്നതായി നാം കേൾക്കുന്നു. നാം അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇത് തന്നെ ഇപ്പോൾ ഈജിപ്തിലും തുനീസിലും ബഹ്റൈനിലും മറ്റു പല സ്ഥലത്തും സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അഅലം ലാ നദ്ഖുലു ഫീഹി, നാം അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഈ ഇമാറാത്ത് നിങ്ങൾ എടുത്തു നോക്കൂ. ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി പറയുകയല്ല. ബഹുമാനപ്പെട്ട ശൈഖുനായി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഇവിടെ